Welcome to Social Studies class. This is the second part of your 6th chapter, Major Geographical Forms. Today we are going to study mountains, hills and valleys, rivers, plateaus and plains. Mountains. The highest portion of the land is called mountains. The tip of the mountains is called a peak, and the mountains are joined together in a chain called a mountain range. The highest portion of the land. ലാൻഡിൻ്റെ highest portion, ഉയർന്ന ഭാഗത്തിനാണ് മൗണ്ടൻസ് എന്ന് പറയുന്നത്. ഈ മൗണ്ടൻസിൻ്റെ ടിപ്പ് പോർഷനെയാണ് പീക്ക് എന്ന് പറയുന്നത്. ദെൻ മൗണ്ടൻസ് ആർ ജോയിൻഡ്. മൗണ്ടൻസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ചെയിനായിട്ട് കാണും. ഇതിനെയാണ് മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത്. മൗണ്ടൻ റേഞ്ച്. The highest portion of the land is called mountains, and the tip of the mountains is called peak, and the mountains are joined together in a chain called mountain range. See, Himalayas are the world highest mountain range. ഹിമാലയ ആണ് വേൾഡിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ച്. ആൻഡ് ദേ ആർ സ്പ്രെഡ് ഓവർ ദി northern part of India and across other countries. Then next is hills. High areas of land which are not as tall as mountains are called hills, and a chain of hills is called a range of hills. ലാൻഡിൻ്റെ ഹയസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്നാൽ മൗണ്ടൻ്റെ അത്രയും ടോളല്ല, പക്ഷെ ലാൻഡിൻ്റെ ഹയസ്റ്റ് ആയിട്ടുള്ള പോർഷൻസിനെയാണ് ഹിൽസ് എന്ന് പറയുന്നത്. മൗണ്ടൻ കൂട്ട് അത്രയും ഉയരമില്ല. ദെൻ എ ചെയിൻ ഓഫ് ഹിൽസ് ഈസ് കോൾഡ് എ റേഞ്ച് ഓഫ് ഹിൽസ്. ഇത് കൂട്ട് മൗണ്ടൻസിൻ്റെ കൂട്ട് തന്നെ ഹിൽസും ഇങ്ങനെ ചെയിനായിട്ട് ഇങ്ങനെ ഉയർന്ന ഭാഗങ്ങൾ കാണുന്നതിനെയാണ് റേഞ്ച് ഓഫ് ഹിൽസ് എന്ന് പറയുന്നത്. Then next is valleys. The low land lying between two hills or mountains is called valleys. Streams or rivers flow through valleys. Such a valley is called a river valley. രണ്ട് മൗണ്ടൻ്റെ അല്ലെങ്കിൽ രണ്ട് ഹിൽസിൻ്റെ ഇടയ്ക്ക് താഴ്ന്ന ഭാഗം കാണും. അതിനെയാണ് വാലീസ് എന്ന് പറയുന്നത്. രണ്ട് മൗണ്ടൻസിൻ്റെ അല്ലെങ്കിൽ ഹിൽസിൻ്റെ ഇടയ്ക്ക് താഴ്ന്ന പ്ലെയിനായിട്ടുള്ള പോർഷൻ കാണും. അതിനെയാണ് ആ ഒരു പോർഷനെയാണ് വാലീസ് എന്ന് പറയുന്നത്. സ്ട്രീംസ് ഓർ റിവേഴ്സ് ഫ്ലോ ത്രൂ വാലീസ്. സ്ട്രീംസ് അല്ലെങ്കിൽ റിവേഴ്സ് ഈ വാലീസിൽ കൂടെ ഒഴുകാറുണ്ട്. സച്ച് എ വാലി ഈസ് കോൾഡ് റിവർ വാലി. ഇങ്ങനെയുള്ള വാലിക്ക് റിവർ വാലി എന്നാണ് പറയുന്നത്. The very highest part of mountains that are always snow covered have no life, but plants and peoples and animals that can live in the hills or in the valleys. മൗണ്ടൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോർഷൻസിൽ സ്നോ കവേർഡ് ആയിരിക്കും. അവിടെ ആൾക്കാർ താമസിക്കുന്നില്ല. ആൻഡ് ഹാവ് നോ ലൈഫ്. പ്ലാന്റ്സും ഇല്ല, ആനിമൽസും ഇല്ല, പീപ്പിൾസും ഇല്ല, ഒന്നുമില്ല. ബട്ട് plants and animals and people can live on the hills and in the valleys. പക്ഷെ വാലീസിലും ഹിൽസിലും പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, പീപ്പിൾസ് എല്ലാം താമസിക്കുന്നുണ്ട്. A large body of water that flow continuously from a higher land to a lower land is called a river, and a small rivers that have less water is called streams. വെള്ളം ഒരുപാട് ഹയർ ലാൻഡിൽ നിന്ന് ലോവർ ലാൻഡിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകുന്നതിനെയാണ് റിവേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന റിവർ ആണ്. ദെൻ ദി സ്മോൾ റിവേഴ്സ് ദാറ്റ് ഹാവ് ലെസ് വാട്ടർ ഇസ് കോൾഡ് സ്ട്രീംസ്. ഇതാണ് സ്ട്രീംസ്. ഡിഫറൻസ് നോക്കുക. റിവേഴ്സ് എന്ന് പറയുന്നത് ലാർജ് ബോഡി ഓഫ് വാട്ടർ ആണ്. ദാറ്റ് ഫ്ലോ കണ്ടിന്യൂസ്ലി ഫ്രം ഹയർ ലാൻഡിൽ നിന്ന് ലോവർ ലാൻഡിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ ഒഴുകും. വാട്ടർ ലാർജ് ബോഡി ഓഫ് വാട്ടർ ഒഴുകും. അതിനെയാണ് റിവേഴ്സ് എന്ന് പറയുന്നത്. സ്ട്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളമേ കാണത്തുള്ളൂ. സ്മോൾ റിവേഴ്സ് ദാറ്റ് ഹാവ് ലെസ് വാട്ടർ, കുറച്ച് വെള്ളമേ കാണത്തുള്ളൂ സ്ട്രീംസിനകത്ത്. റിവേഴ്സ് ആൻഡ് സ്ട്രീംസ് കണ്ടെയ്ൻ എ ലാർജ് പാർട്ട് ഓഫ് വാട്ടർ ഫൗണ്ട് ഓൺ ലാൻഡ്. The place where river begins its journey is called source.
River usually flow into a sea or an ocean. The place where river ends its journey is called its mouth. നോക്കുക, ഇതൊരു റിവറാണ്. ഈ റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ഒരു പോർഷനിൽ നിന്ന് റിവർ സ്റ്റാർട്ട് ചെയ്യുന്നു. കണ്ടോ, ഈ പിക്ചറിൽ കണ്ടോ? ഈ ഒരു പോർഷനെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. റിവർ സ്റ്റാർട്ട് ചെയ്യുന്ന, അല്ലെ റിവർ എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷന് പറയുന്ന പേരാണ് സോഴ്സ്. ദെൻ ഈ റിവർ ഒഴുകി ഒഴുകി, ഇത് കണ്ടോ, ഈ പിക്ചറിലോട്ട് നോക്കിയാൽ കാണാം, ഒഴുകി എവിടെ എത്തും? ഇവിടെ എത്തും. ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷനെയാണ് മൗത്ത് എന്ന് പറയുന്നത്. റിവർ ഒഴുകി സീയിലോട്ട് അല്ലെങ്കിൽ ഓഷനിലോട്ടാണ് റിവർ ചെന്ന് ചേരുന്നത്. ഈ ഒരു പോർഷന് പറയുന്ന പേരാണ് മൗത്ത്. ദ എൻഡ് ഓഫ് ദി റിവർ വേർ ഇറ്റ് ഈസ് മീറ്റ്സ് ദി സീ, കടലിലോട്ട് അല്ലെങ്കിൽ ഓഷനിലോട്ടൊക്കെ ചെല്ലുന്ന ഈ ഒരു പോർഷന് പറയുന്ന പേരാണ് മൗത്ത്. റിവർ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷന് പറയുന്ന പേരെന്താണ്? സോഴ്സ്. ദെൻ റിവർ എൻഡ് ചെയ്യുന്ന പോർഷന് പറയുന്ന പേരാണ് മൗത്ത്. Then next is plateau. A large stretch of high land that is flat on top is called a plateau. It is often called a tableland. See, ഇതിനെയാണ് ടേബിൾ ലാൻഡ് എന്ന് പറയുന്നത്. Because it is high and flat like table. ഉയർന്ന ഭാഗം, എന്നാൽ ഇതിൻ്റെ മുകൾ ഭാഗം നിരന്ന ഫ്ലാറ്റ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു പോർഷനാണ് ടേബിൾ ലാൻഡ് എന്ന് പറയുന്നത്. കാരണം ഇത് ഹൈ ആയിട്ടുള്ള പോർഷനാണ്. ടേബിൾ കൂട്ട് കണ്ടോ, ഉയർന്നിരിക്കുന്ന ഭാഗമാണ്. ബട്ട് അതിൻ്റെ മുകൾ ഭാഗം ഫ്ലാറ്റ് ലൈക്ക് ടേബിളാണ്. ടേബിൾ കൂട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പോർഷനെയാണ് പറയുന്നത് ടേബിൾ ലാൻഡ് എന്ന്. ഇങ്ങനെയുള്ള ഏരിയാസിനാണ് പ്ലേറ്റോസ് എന്ന് പറയുന്നത്. പ്ലേറ്റോ. The next is plain. A stretch of land, flat land or almost flat land is called plain. പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം നിങ്ങൾക്കറിയാം, ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലാൻഡ് ആണ് ഈ കാണുന്നത്. Plains are formed when rivers bring down mud and soil from the mountains. Whenever there is a flood in a river, the soil that it carries is spread out on the land. ഈ ഫ്ലഡ് ഒക്കെ വന്നു കഴിയുമ്പം റിവേഴ്സിലുള്ള മണ്ണും അല്ലെങ്കിൽ ചെള്ളയൊക്കെ, സാധാരണ ഈ വെള്ളമൊക്കെ ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തോട്ട് കൂടുതൽ വെള്ളവും വരും, അതുകൂട്ട് മഡും ഒക്കെ വന്ന് അടിയാറുണ്ട്. Over many hundreds of years, this forms a plain. There is a large plain in North India called the Great Northern Plain. Great Northern Plain ഏറ്റവും ലാർജ് പ്ലെയിൻ ആണ്. അത് നോർത്ത് ഇന്ത്യയിലാണ് കാണുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻ. The next, coastal plain. Low flat land along the coast is called a coastal plain. കോസ്റ്റിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. ഈ കോസ്റ്റൽ ഏരിയ കാണുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ലാൻഡിനെയാണ് that along the coast is called a coastal plain. ഇതിനെയാണ് കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. കോസ്റ്റൽ പ്ലെയിൻ ആ ജനറലി സാൻഡ്. ഇവിടുത്തെ മണ്ണ് കണ്ടോ, നേരത്തെ ഞാൻ നിങ്ങളോട് കോസ്റ്റൽ ഏരിയാസിലെ മണ്ണിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇവിടുത്തെ നല്ല പൊടിമണ്ണാണ് ഇവിടുത്തെ മണൽ. India has two long stretches of plains along the east and west coast. The soil of the plain is very good on plants, and plants can grow crops and live in such plain. പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്താണ് കൂടുതലും പ്ലാന്റ്സും ഒക്കെ കാണുന്നത്. അതിന് നല്ല മണ്ണ് അവിടെ ഉണ്ട്. ഇതിന് കൂടുതലായിട്ട് നന്നായിട്ട് വളരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന നല്ല മണ്ണൊക്കെ ഈ പ്ലെയിൻ ഏരിയാസിലാണ് കൂടുതലും കാണുന്നത്. I hope you enjoy this class. Thank you, children.